എന്നോട് പറ ഐ ലവ് യു. നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ നമുക്കറിയാം ചലച്ചിത്ര മേഖലയിൽ തന്നെ ഏറ്റവും വലിയൊരു പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലാലേട്ടൻ നേടി. എനിക്കൊന്ന് രണ്ടുപേരെന്തോ മലയാളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പൊ അങ്ങനെയാലും അത് ആ ഒരു പുരസ്കാരം ലാലേട്ടൻ കിട്ടുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് അവിടെ എല്ലാവരും അവരുടെ ഓർമ്മ ലാലേട്ടനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സിനിമയുടെ ഓർമ്മയോ അല്ലെങ്കിൽ ലാലേട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഓർമ്മ പറയുക. അതിനോടൊപ്പം എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ലാലേട്ടനെ സ്പെഷ്യലായിട്ട് കാണും, അല്ലെങ്കിൽ ലാലേട്ടനെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ വെച്ചിരുന്ന ഒരു സംഭവം ചോദിക്കുക എന്നുള്ള ഒരു ടാസ്ക് ആണ് കൊടുത്തത്. ഇവിടെ പലരും പല അവരുടെ അവരുടെ ഇഷ്ടങ്ങൾ പറഞ്ഞു. അവർ ലാലേട്ടനോട് ചോദിക്കാനുള്ളത് എന്താണെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് പറഞ്ഞ അനീഷ് പറഞ്ഞു. അനീഷിന്റെ സ്ക്രിപ്റ്റ്, അതിന്റെ ഇടയിൽ കൂടി അനീഷ് ആ ഒരു സാധനം നേടിയെടുത്തു. നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഇതോടുകൂടി ചിലപ്പോൾ അനീഷ് കയറി പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. കഴിവുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒരു വഴിയാണ് അല്ലേ, ഇതൊക്കെ ഒരു ഉപാധിയാണ് എന്നുള്ളതാണ്. അപ്പോ ഇവിടെ വന്ന് ഈ നമ്മുടെ അനിമോൾ എടുത്ത് ചോദിച്ചപ്പോ അനിമോൾ ഇവിടെ ചെയ്ത എന്താ, അനിമോള് ലാലേട്ടനെ കൊണ്ട് ഐ ലവ് യു പറയിപ്പിച്ചു. അത് സത്യം പറഞ്ഞാൽ അനിമോൾ ആയതുകൊണ്ടാണോ ഐ ലവ് യു പറഞ്ഞു വെച്ചാൽ അങ്ങനെയല്ല. ആരിപ്പം ലാലേട്ടന്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞാലും ലാലേട്ടൻ തിരിച്ചു തന്നെ പറയാം. ലാലേട്ടൻ എപ്പോഴും പറയുന്നുണ്ട് എല്ലാവരും എനിക്ക് ഇഷ്ടമാണ് ഐ ലവ് യു എന്ന് പറയാൻ പറഞ്ഞാൽ ലാലേട്ടൻ അപ്പൊ തന്നെ പറയുമെന്നുള്ളത്. പക്ഷെ അനിമോൾ അവിടെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ അനിമോൾക്ക് ഇതിനകത്ത് ഗുണമുണ്ട്. ഇനി അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പേ ഈ അനിമോള് പറയിപ്പിച്ച ആ ഒരു സീൻ ഉണ്ടല്ലോ, ആ ഒരു സാധനം കുറച്ച് രസമുണ്ട്. അത് നമുക്കൊന്ന് കാണാം. അതുപോലെ ലാലേട്ടൻ അനിമോള് നമസ്കാരം തരുമ്പോ നമസ്കാരം നമുക്കൊരു കളിയാക്കും പോലെ ചിലർക്ക് തോന്നുമായിരിക്കും. പക്ഷെ അങ്ങനെ അല്ല. ലാലേട്ടൻ കുറച്ചും കൂടി ഈസാക്കാം. ലാലേട്ടൻ നമ്മുടെ ഒക്കെ ചിലപ്പോൾ ഇവർക്ക് തന്നെ മനസ്സിലായി കാണും. ലാലേട്ടൻ കുറെ നാളുകൾ കൊണ്ട് അനിമോളെ ഇങ്ങനെ എപ്പോഴും ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ മാനസികമായിട്ട് അവളെ തകർന്നു പോവുകയും അവരുടെ ഗെയിമിനെ അതൊക്കെ ബാധിച്ചു എന്ന് ചിലപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ആയിരിക്കും കുറച്ചും കൂടി പ്ലീസ് ആയിട്ട് അല്ലെങ്കിൽ പ്രസന്റ് ആയിട്ട് എന്ത് ചെയ്തത് ഈ പറയുന്ന അനിമോൾ എടുത്ത് സംസാരിച്ചത്. അപ്പൊ ഓക്കെ, നമുക്ക് ആ ഒരു സാധനം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പം ലാലേട്ട ഒരുപാട് സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. പിന്നെയുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് ലാലേട്ടനെ കാണുമ്പോൾ ഹഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതും സാധിച്ചു. എന്റെ വീട്ടിലെ പേര് കാർത്തു എന്നാണ്. ലാലേട്ടനെ എനിക്ക് ഹഗ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചു. അതുപോലെ അതിന് മുമ്പ് പറയുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം 2-ാം തീയതി എന്തോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അവിടെ വെച്ച് രാവിലെ 7 മണി ടൈം വരെ പറയുന്നുണ്ട്. 7 മണിക്ക് ഞാൻ കണ്ടു. എല്ലാവരെ പോലെ തന്നെ അനിമോൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നത് ലാലേട്ടനെ ഹഗ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ അനിമോൾ ചെറുപ്പത്തിൽ കുഞ്ഞിലെയുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്റെ വീട്ടിലെ പേര് കാർത്തു എന്നാണ്. എല്ലാവരും കാർത്തുമ്പി, നമ്മുടെ തേന്മാവൻ കുമ്പത്തിലെ കാർത്തുമ്പി എന്നുള്ള രീതിയിൽ ഞാൻ പലപ്പോഴും എടുക്കുകയൊക്കെ ചെയ്തു. അതിന്റെ കൂടെ അനിമോൾ പറയുന്ന മറ്റൊരു സ്വപ്നത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കാം. അപ്പൊ അതെ കാർത്തൂന്നാണ്. അപ്പം അങ്ങനെ ഇരിക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. അത് അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ അറിയാം. ഇവിടെ എല്ലാവരും ആരും കളിയാക്കുന്നത്. അങ്ങനെ ലാലേട്ടനെ ഞാൻ കല്യാണം കഴിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു. മറ്റൊന്നുമല്ല, ലാലേട്ടനെ കല്യാണം കഴിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു എന്നുള്ളതാണ്. അത് പറയുമ്പോൾ ഒരു നാണം ഒക്കെ മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ചളിപ്പുണ്ട്. കാരണം ഇതുവരെയായിട്ടും ആ ലാലേട്ടൻ കഴിഞ്ഞ അല്ലെങ്കിൽ മുമ്പത്തെ എപ്പിസോഡിൽ വന്ന് കൊടുത്ത ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു വഴക്കുണ്ടല്ലോ, അത് ഇതുവരെയായിട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അതാണ് ഈ ഒരു ലാലേട്ടനോട് സംസാരിക്കുമ്പോഴുള്ള ആ ഒരു പേടി ഇപ്പോഴും ഉണ്ട്. അപ്പോ ഞാൻ സ്വപ്നം കണ്ടത് ഇങ്ങനെയാണ്, ലാലേട്ടൻ ഞാനോട്ട് കല്യാണം കഴിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. അപ്പൊ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു കുഴപ്പമില്ല, നീ കുറച്ചുകൂടി വലുതാകുമ്പോ കെട്ടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. ബാക്കി അല്ല ചെറുതില്ലേ. അപ്പൊ എനിക്ക് രാവിലെ എണീറ്റപ്പോ അത് സ്വപ്നമാണ് മനസ്സിലായി. അപ്പൊ ഞാൻ വീട്ടില് ഈ വിഷമം പറഞ്ഞപ്പോ എന്റെ അമ്മയച്ഛനും പറഞ്ഞു സാരമില്ല, വലുതാവുമ്പോ കല്യാണം കഴിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയായിരുന്നു. അപ്പം അതാണ് എനിക്കിപ്പോ എന്റെ ഓർമ്മയിൽ വരുന്നത്. പിന്നെ എനിക്ക് ലാലേട്ടത്ത് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ ലാലേട്ട് ഇപ്പം ഞങ്ങളുടെ അടുത്ത് സ്നേഹത്തോട് സംസാരിക്കാറുണ്ട്, വഴക്ക് പറയാറുണ്ട്. അതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് ചോദിക്കാനുള്ളത് എന്നോട് പറ ഐ ലവ് യു. ഐ ലവ് യു. അതിലൊരു കള്ളത്തരമില്ല, സ്നേഹത്തിൽ തന്നെയാണ് പറഞ്ഞത് ഐ ലവ് യു. താങ്ക് യു. കേട്ടല്ലോ. അപ്പോ പറയുന്നുണ്ട്. അപ്പം അത് പറയാൻ തന്നെ വലിയൊരു ഒരു നാണക്കേട്, ഒരു ചളിപ്പ് ലാലേട്ടനെ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ തന്നെ പറയുന്നുണ്ട് എന്നോട് പറ പഴയ ഡയലോഗ് ഐ ലവ് യു എന്ന്. നമ്മുടെ ഏത് ഡയലോഗ് മറന്നുപോയി.
അപ്പൊ ആ ഒരു ഡയലോഗ് പറയാൻ പറയുന്നു. അതെന്ത് ചെയ്യുന്നുണ്ട്, ലാലേട്ടൻ തിരിച്ചു ലാലേട്ടൻ ആ സ്പോട്ടിൽ തന്നെ പറയുന്നുണ്ട് ഐ ലവ് യു എന്ന് പറയുന്നുണ്ട്. ഞാൻ വെറുതെ തമാശയായിട്ട് പറഞ്ഞതല്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് ഐ ലവ് യു എന്നുള്ളത്. അപ്പൊ അങ്ങനെ ലാലേട്ടനെ കൊണ്ട് എന്ത് ചെയ്തു, അനുമോൾ ഐ ലവ് യു പറയിപ്പിച്ചു. അത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആര് പറഞ്ഞാലും ആര് ചോദിച്ചാലും ഈ ഒരു സാധനം ലാലേട്ടൻ പറയും. ഇതിന് മുമ്പ് ലാലേട്ടൻ ഒരുപാട് പേരെടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതെങ്ങനെ ഈ പറയുന്ന അനുമോൾക്ക് ഇതെങ്ങനെ ബൂസ്റ്റ് ആവാൻ ചോദിച്ചു കഴിഞ്ഞാൽ, അനുമോൾ അറിയാലോ ഇത്രയും ദിവസമായിട്ട് അല്ലെങ്കിൽ ഒരു 2-3 ആഴ്ച മുമ്പ് ലാലേട്ടൻ ചെയ്ത ഒരു ഫയർ, അത് ചെറിയ ഫയർ അല്ല, നല്ല രീതിയിൽ ഫയർ ചെയ്യും. പിന്നെ തുടർന്നുള്ള ആഴ്ചകളിൽ ലാലേട്ടൻ ആ ഒരു ഫയർ അറിയാതെ തന്നെ ലാലേട്ടന്റെ മനസ്സിലേക്ക് കയറി വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോ ഈ ഒരു സാധനം ലാലേട്ടനെ കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ലാലേട്ടൻ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ഇത് ഈ പറയുന്ന അനുമോൾ അടുത്തൊക്കെ സംസാരിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ ലാലേട്ടന്റെ ഇതിൽ നിന്ന് ഒരു ഐ ലവ് യു കേൾക്കുമ്പോൾ ഇപ്പൊ ലാലേട്ടൻ എന്റെ അടുത്ത് ഇപ്പൊ ആ പഴയ വെറുപ്പൊന്നുമില്ല എന്നൊരു ചിന്ത മനസ്സിന്റെ ഉള്ളിലെങ്കിലും ഉണ്ടാവും. ആ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ എന്താണ്, അവൾക്ക് ഒരു ബൂസ്റ്റ് ഉണ്ടാവും. ഇനി അങ്ങോട്ട് ധൈര്യത്തോടെ കളിക്കാനുള്ള ഒരു ബൂസ്റ്റ് ഉണ്ടാവും. അത് അനുമോൾ എപ്പോഴും ഇരുന്ന് പോകുന്നത് ഈ പറയുന്ന ജിസേൽ ആര്യൻ വിഷയം, ആ ഒരു വിഷയം എടുത്തിടുമ്പോൾ തന്നെ ഇപ്പൊ തന്നെ ഇന്നത്തെ വിഷയം തന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ കണ്ട കാര്യം പറഞ്ഞു പോയി, ഇനി അതിനെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ അത് നെഗറ്റീവായിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് അവൾ പറയുന്നത് ഞാനിപ്പോ അന്നത്തേതിന് ശേഷം ഞാനൊന്നും കാണുന്നതൊന്നും ഞാനൊന്നും മിണ്ടാറില്ല. അത് വേണമെങ്കിൽ അവർ കട്ട് ചെയ്തില്ല, പക്ഷെ അതവർ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോ ഒന്നും മിണ്ടാ, ഞാൻ കാണാത്തതുപോലെ അവരെന്തോ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ പോകുന്നത് പലവട്ടവും ഈ പറയുന്നതും കാണിക്കുന്നുണ്ട്. പല പ്രാവശ്യവും ഇവൾ അവിടെ നിന്ന് എണീറ്റ് പോകുന്നതും ബിഗ് ബോസ് കാണിക്കുന്നത്. ബിഗ് ബോസ് എന്തോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ അനുമോൾ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോ എല്ലാവരും പറയും പിന്നെ അനുമോളുടെ PR എനിക്കൊരു പ്രശ്നമില്ല. നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഓരോരുത്തരും ആരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന അവരെ PR ആക്കും. അത് വലിയ കാര്യമൊന്നുമില്ല. അത് നിങ്ങളൊക്കെ മാറ്റി പിടിക്കുക, വേറെ എന്തെങ്കിലും ചെയ്യും. ഞാൻ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ അതിന് ഒരു പാവം പെൺകുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഒരു പാവം ഒരു കുട്ടി പെണ്ണ് എന്നുള്ള രീതിയിൽ കണ്ട കാര്യം, അല്ലെങ്കിൽ ബിഗ് ബോസ് ആണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് രീതിയിലാണ് പുറത്തു പോകുന്നത്, എനിക്കത് ഒരിക്കലും ഞാൻ പറയുന്നത് അത് അംഗീകരിക്കില്ല എന്ന് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിയില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു പൊട്ടിപ്പെണ്ണായിട്ടാണ് എനിക്ക് കാണുന്നത്. ഒരു പൊട്ടി എന്ന് വെച്ചാൽ സത്യം പറഞ്ഞ ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു പെൺകുട്ടി തനിക്ക് തോന്നിയ കാര്യം സത്യസന്ധമായിട്ട് വിളിച്ചു പറയുന്നു. അത് നെഗറ്റീവായി പോയി. അതുപോലെ എനിക്ക് വേറൊരു കേസ്, ആരെയും ഈ എത്ര ശത്രുക്കളായിട്ട് അവരോടൊന്നും അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധി സൂക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ആരെയും പോയി പിന്നിൽ നിന്ന് കുത്തുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. എവിടെയെങ്കിലും പോയി ഒരു കള്ളം പറഞ്ഞതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എവിടെയെങ്കിലും ഇപ്പൊ കൂടെ നടന്ന ആരെങ്കിലും പോയി അവളെ പുറകിൽ നിന്ന് കുത്തിയതല്ലാതെ അവൾ ആരെങ്കിലും പോയി എവിടെയെങ്കിലും പോയി ആരെങ്കിലും ഇങ്ങനെ പുറകിൽ നിന്ന് കുത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുമല്ല ഒരിടത്തും കള്ളം പറയുന്നതായിട്ടും ഞാൻ കണ്ടില്ല. അവരെയൊക്കെ ഈ പറയുന്ന അമ്മായിമാരെന്നൊക്കെ പലരും കളിയാക്കി വിളിക്കുമെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ അന്നൊന്നും പറയാം, എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ ജെന്യൂൻ ആയിട്ട് നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് ഒരു പൊട്ടിപ്പെണ്ണായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടത്. അതായത് ഇതാണ് തോന്നുന്നത്, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ അങ്ങ് വിളിച്ചു പറയുന്ന ഒരു പ്രകൃതം. അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും അറിയത്തില്ല. അങ്ങ് പറയുക, ആരുടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കും, സ്നേഹമാണെങ്കിൽ സ്നേഹം. അത് തപ്പീനെ തന്നെ മാറി. ഇപ്പൊ തന്നെ നമ്മൾ ആര്യനെയൊക്കെ കഴിഞ്ഞ വട്ടം എന്തൊക്കെ വോട്ട് ചെയ്തപ്പോഴേ എനിക്കൊരു ക്യാപ്റ്റൻസിയുടെ വോട്ടിലോ അവള് ആര്യനെയാണ് വോട്ട് ചെയ്തത്. അപ്പം അങ്ങനെ അങ്ങനെ ഒരു വെറുപ്പ് ഉള്ളിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് ആ വോട്ടിങ്ങിൽ എന്തെങ്കിലും അത് കൊണ്ടുവരത്തില്ല. അതുമല്ല ഗെയിം കളിക്കുമ്പോഴേക്കും വളരെ ജെന്യൂൻ ആയിട്ട് എപ്പോഴും ഗെയിം കളിക്കണം. ആരെ പക്ഷത്തും നിൽക്കാതെ ഒരു ബയസ്ഡും ആവാതെ വളരെ സത്യസന്ധമായിട്ട് ഗെയിം എനിക്ക് തന്നിരിക്കുന്ന ക്യാരക്ടർ എന്താണോ അതിൽ 100% നീതി പുലർത്തണമെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി. അതൊരു പൊട്ടിയാണ്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിം നമുക്ക് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കണ്ടന്റ് കിട്ടും, ഇങ്ങനെയല്ലേ പ്രേക്ഷകർക്ക് വേണ്ടത് എന്ന് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി ഇല്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് ഈ പറയുന്ന ഹോട്ടൽ ടാസ്ക് ആയിക്കോട്ടെ, ഈ പറയുന്ന ഇപ്പൊ ബോട്ട് ടാസ്ക് ആയിട്ട് അവിടെയൊക്കെ കുറച്ചൊന്ന് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ഇവൾക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇവരുടെ വിചാരം, അല്ലെങ്കിൽ ഈ അനുമോളുടെ വിചാരം, എനിക്ക് തന്ന ടാസ്ക് എന്താണ്, ഒരു ക്വാളിറ്റി ചെക്കർ, ഒറിജിനൽ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ചെക്കർ എങ്ങനെയായിരിക്കും, ഇങ്ങനെയൊന്നും എടുക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുക്കണ്ട, അതാണ് ഞാൻ ചെയ്യാനുള്ളത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ. അതിനേക്കാൾ ഉപരി ഇതൊരു ഗെയിമും കൂടിയാണ് എന്നുള്ളത്. അതായത് വലിയ ബുദ്ധികളൊന്നുമില്ല. അതായത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്താൽ അവരങ്ങനെ വരും, പണ്ട് അഖിൽമാരാറ് കാൽക്കുലേറ്റ് ചെയ്ത പോലത്തുള്ള ബുദ്ധിയോ, അല്ലെങ്കിൽ ഈ ഒരു ഗെയിം ഞാൻ അവരെ ബോർഡിൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കോയിൻ കിട്ടും, അത് എനിക്ക് ബെനിഫിറ്റ് ആവും എന്നുള്ള ഒരു മൈൻഡ് ഗെയിം ഈ പറയുന്ന അനുമോൾക്കില്ല. അനുമോൾ അങ്ങനെ മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അനുമോൾ എപ്പോഴും കാണുന്നത് എന്താണോ, തന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത്, താൻ എന്താണ് കണ്ണുകൊണ്ട് കണ്ടത്, അതുപോലെ എക്സ്പ്രസ് ചെയ്യുന്ന വളരെ പച്ചമലയാളത്തിൽ പറഞ്ഞ ഒരു പൊട്ടിപ്പെണ്ണായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ജെന്യൂൻ ആയിട്ട് അവിടെ കളിക്കുന്നത്. വേറെ ചോദിച്ചു എന്റെ മനസ്സിൽ തോന്നുന്നത് ഈ പറയുന്ന അനുമോളാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടുന്നത്. നമുക്ക് വേണ്ടി കാണാം.
ജയ് ഹിന്ദ്.